ഇനിയിപ്പോ പ്രയാസപ്പെട്ടിട്ട് എന്താ കാര്യം? ഇതാണിപ്പോ പ്രശ്നം. ജോത്സ്യം കാരണം ഇപ്പോ സ്നേഹിച്ച പെണ്ണിനെ കെട്ടാൻ പറ്റില്ല അല്ലേ? നമുക്ക് രജിസ്റ്റർ മാരേജ് നടത്താം. മന്മഥേട്ടൻ വിളിച്ചിട്ട് വാ ധൈര്യമായിട്ട്. ജാതകം ചേരാണ്ട് കല്യാണം വേണ്ടെന്നാ നിശാഗന്ധി പറയണേ. ഒരു പൂവ് പറഞ്ഞതിന്റെ പേരിലാണ് നീ ഇപ്പൊ ഈ കല്യാണം കഴിക്കാണ്ട് നടക്കണേ? പൂവല്ല, പെൺകുട്ടിയില്ലേ, കുട്ടി, അതിന്റെ പേര് നിശാഗന്ധി എന്നാണ്. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞിട്ട് ലക്ഷങ്ങൾ മുടക്കി പൂജ നടത്തിയിട്ട് മാറിയില്ലേ? ദോഷമൊന്നും മാറിയില്ലേ? ഒരാത്മാവ് കൂടി ഇങ്ങനെ അലയുന്നുണ്ട്. അതും കൂടെ പിടിച്ചു കെട്ടിയാലേ കുറച്ച് കാശും കൂടി ബാലൻസ് ഉണ്ടാവും വീട്ടിൽ നിന്ന് മനസ്സിലായിണ്ടാവും. എന്നാ ഇനിയിപ്പോ ആ ആത്മാവിനെ പിടിക്കാൻ ബാക്കിയും കൂടി മേടിച്ചോണ്ട് പോവാലോ. മന്മഥേട്ടന് ധൈര്യം ഉണ്ടാ? ഇഷ്ടമുള്ള പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുവരാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇതേ ഞാനും ശീതളേട്ടനോട് കൂടാ നമുക്ക് രജിസ്റ്റർ മാരേജ് നടത്താന്ന്. വേണ്ടടാ വ്യാരി, ദൈവഭോഗം വരുത്തി വെച്ചിട്ട് എനിക്കൊരു കല്യാണം വേണ്ട, ഒരു ജീവിതം വേണ്ട, ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് മരിക്കാനാണ് എൻ്റെ ഗതി. എന്ത് ദൈവകോപം? ആ പെൺകുട്ടിക്കാണെങ്കിൽ ചൊവ്വാദോഷമുണ്ട്. അതേ, ഈ പ്രപഞ്ചത്തില് ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. അതിലൊരു കുഞ്ഞു ഗ്രഹമാണ് ഈ ഭൂമി. ആ ഭൂമിയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിലൊരു ചെറിയ രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്ത് കേരളം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അതിൻ്റെ എവിടെയോ ഒരു മൂലയിൽ കിടക്കുന്ന നിങ്ങൾക്ക് രണ്ടാൾക്കും ചൊവ്വാദോഷം ഉണ്ടാക്കാൻ ചൊവ്വയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതും തെരഞ്ഞുകൊണ്ട് നടക്കുക. പിന്നെ മന്മഥന്റെ കല്യാണം മുടക്കലാണല്ലോ ചൊവ്വക്ക് പണി. എന്തെന്നാ പറയണ? എവിടെ ഇവനൊക്കെ ചിന്തടാ? വീട്ടിലെല്ലാവർക്കും ഒക്കെ ദോഷം പറഞ്ഞ സാഹചര്യമാണെങ്കിൽ പിന്നെ ഇനി എന്തിനാണ് ഞാൻ അതിനായിട്ട് ഇറങ്ങണത്? വേണ്ട. എന്തെന്നാ ഇവനോടൊക്കെ പറയാം? നീ എൻ്റെ ഇവനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ദോശവും ഇഡ്ഡലിയും ക്ലാസ്സിലേക്ക് ഇറങ്ങട്ടാ. കല്യാണം കഴിച്ചോളൂ. നീ കല്യാണം കഴിച്ചപ്പം ജാതക പ്രശ്നം ഉണ്ടായിരുന്നോടാ? ഒരു പരിപാടിയില്ല. നമുക്ക് എല്ലാ സമയം 3 നേരം ഭക്ഷണം കഴിക്കാം. ബാക്കി എല്ലാ സമയം നമുക്ക് ചിന്തകൾക്ക് സമയം കൊടുക്കണം, പ്രവൃത്തിക്ക് സമയം കൊടുക്കണം. മന്മേട്ടാ എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ചു? 2 ദിവസമായിട്ട് മൂടത്തില് എൻ്റെ ജീവിതം പോയടാ ഉള്ളി. ഏടെ പോയി നിങ്ങൾ തോന്നാ മന്മേട്ടാ? മന്മേട്ട ഒന്നും ടെൻഷൻ കണ്ട, കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. സുഗതൻ ജോത്സർ അങ്ങോട്ട് പോട്ടെ, മാറ്റി വെക്ക്. ഗംഭീരമായ ഒരു ജോത്സർ ഉണ്ട്, രാഘവൻ ജോത്സർ. എന്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം മൂപ്പറ കണ്ണും എല്ലാം നടക്കും. മംഗളകരമായി നടന്ന കാര്യേ ഇല്ല മൂപ്പറത്. പിന്നെ നമുക്ക് രാഘവൻ ജോത്സ്യനെ കാണാൻ പോയാൽ കാണാം മന്മേട്ട, ഞാനുണ്ട് കൂടെ. അതെ, അതിൽ ടെൻഷൻ അടിക്കണ്ട. അതെ, ഞാനത് നോക്കിയിട്ട് അതെ അതിന് കുഴപ്പമില്ലല്ലോ. എന്നാ പിന്നെ അതെ, ശരി, ആയിക്കോട്ടെ. ഓക്കെ. അല്ല ജോത്സ്യരെ, എൻ്റെ പ്രശ്നത്തിന് പരിഹാരമൊന്നും പറഞ്ഞില്ല. എന്തെന്ന് ഞാൻ പറയണ്ട്? ചില രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൊടുത്ത് കാര്യം നേടുന്നത് പോലെ ഈ ദൈവത്തിന് പൈസ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ ഉപദ്രവിക്കുന്ന ദൈവത്തിനെ നമ്മൾ ദൈവം എന്ന് വിളിക്കാൻ പറ്റുമോ? അല്ല, ഈ എൻ്റെ വീട്ടിലെ പിതൃക്കളുടെ ഒരു ശല്യം കിടപ്പുണ്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞേക്കണത്. ജീവിക്കുന്ന മനുഷ്യൻ ദ്രോഹിക്കലുണ്ട്. മരിച്ചുപോയ ചാരായില്ലേ, പിന്നെ അയാൾ ദ്രോഹിക്കണ്ട്. വെറുതെ നമ്മുടെ മനസ്സിലെ വിശ്വാസം ഇതൊക്കെ, അന്ധവിശ്വാസം. ഇപ്പൊ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് എൻ്റെ കല്യാണത്തിന്റെ തടസ്സം നിൽക്കുന്നത്. മാത്രമല്ല എൻ്റെത് പാപജാതകവും ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടിക്ക് ചൊവ്വാദോഷവും ഉണ്ട്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നതല്ലേ? ഈ എല്ലാറ്റിലും മേലെ വേണ്ടത് മനപ്പൊരുത്താണ്. അതുണ്ടായാൽ പിന്നെ പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? അപ്പൊ ഈ ജാതകത്തിലൊന്നും വിശ്വസിക്കേണ്ടെന്നാണ് ജ്യോത്സ്യർ പറയണത്. അല്ല, ജാതകത്തിലൊന്നും വിശ്വസിക്കേണ്ട ഞാൻ പറയില്ല. അത് ശാസ്ത്രമാണ്, കണക്കുമാണ്. പക്ഷേ ഇതിലെല്ലാം മേലെ നമ്മുടെ മനപ്പൊരുത്തമാണ്. അതുണ്ടായാൽ ഒരു പ്രശ്നവുമില്ല, സുഖകരമായ ദാമ്പത്യ ജീവിതം നടക്കും. ഞാനും ആ കുട്ടിയായിട്ട് നല്ല മനപ്പൊരുത്തമാണ്. അതല്ലേ വേണ്ടത്. അതല്ലേ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാമല്ലോ അല്ലേ? കല്യാണം കഴിക്കാം, തീർച്ചയായിട്ടും കല്യാണം കഴിക്കാം. വളരെ വളരെ സുഖകരമായ ജീവിതമായിരിക്കും. സത്യം പറഞ്ഞ ഇപ്പൊ എന്റെ മനസ്സിനൊരു ധൈര്യമായി. മനസ്സിന് ധൈര്യം വേണം. പിന്നെന്താ രാഘവൻ ജോത്സ്യരെ, ഒരു കാര്യം ചോദിക്കാറുണ്ടായിരുന്നു. എന്തേ? അതെ രാഘവൻ ജോത്സ്യരെ, ഒരുപാട് ഭൂതഗണങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഒരു സ്വന്തം ഭൂതഗണം ഒരു റേഷൻ കടക്കാരനെ പോലെ പോയി. ആ ഭൂതം എന്നങ്ങ് തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? അത് നമുക്ക് വേറൊരു ദിവസം നോക്കണം.
ആയിക്കോട്ടെ. എന്നിട്ട് കൃത്യമായി നോക്കാം നമുക്ക്. നോക്കണത് ആയിക്കോട്ടെ. നോക്കണം. 10 രട്ടുണ്ടായിരുന്നു. ആയിക്കോട്ടെ. നോക്കണം. ഒരു വേറൊരു ദിവസം വരും. സന്തോഷമായി. മനസ്സിൽ എനിക്ക് സന്തോഷം.